കൈക്കൂലി കേസിൽ ജാമ്യത്തിലിറങ്ങിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് പുറത്ത് ആൾക്കൂട്ടം കണ്ട് ഭയപ്പെട്ടു. പിന്നീടാണ് അതൊരു ചിരിയായി മാറിയത്. 2500 രൂപ കൈക്കൂലി വാങ്ങിച്ച KG ബിജു എന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കോട്ടയം സബ് ജയിലിൽ നിന്ന് ജാമ്യത്തിന് പുറത്തിറങ്ങിയപ്പോൾ ആണ് ആൾക്കൂട്ടം കണ്ടത്. അദ്ദേഹം പേടിച്ചു പോയി, ഭയപ്പെട്ടു പോയി. പക്ഷെ പെട്ടെന്ന് എല്ലായിടത്തും ആഹ്ലാദവും കയ്യടിയും സന്തോഷവുമായിരുന്നു. കാരണം അത് മോട്ടോർ വെഹിക്കിൾ സ്കൂളുകാർ KG ബിജുവിന് കൊടുത്ത ഒരു സ്വീകരണമായിരുന്നു. 2500 രൂപ കൈക്കൂലി വാങ്ങിച്ചതിന് KG ബിജുവിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതൊരു ഏജൻറ്റിൽ നിന്നാണ് കൈക്കൂലി വാങ്ങിച്ചത്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തു. കോട്ടയം സബ് ജയിലിലാണ് റിമാൻഡ് ചെയ്ത് അയച്ചത്. സബ് ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വീകരിക്കാൻ ഒരു ആൾക്കൂട്ടം അദ്ദേഹം കാണുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർക്കെല്ലാം KG ബിജു എന്ന ആ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോട് സ്നേഹമാണ്, ബഹുമാനമാണ്, എല്ലാവർക്കും വേണ്ട ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. കൈക്കൂലി കൊടുക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും അദ്ദേഹം ഓപ്പണായിട്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഏജൻറ്റിനെ സഹിതമാണ് ഈ വിജിലൻസ് പിടി വീണത്. അദ്ദേഹത്തിന് ഈ റിട്ടയർ ചെയ്യാൻ 2 മാസമേ ഉള്ളൂ. ആ സമയത്താണ് പിടി വീണിരിക്കുന്നത്. ഇനി പെൻഷനൊക്കെ കിട്ടാൻ അല്പം ബുദ്ധിമുട്ട്, ആനുകൂല്യങ്ങളെല്ലാം കിട്ടാനും ബുദ്ധിമുട്ട്. അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ നാളെ വരെയുള്ള വരുമാനത്തെപ്പറ്റി വിജിലൻസ് അന്വേഷിക്കും. കഴിഞ്ഞ ഒരു 10-13 വർഷത്തെ അദ്ദേഹത്തിൻ്റെ വരുമാനം, ചെലവുകൾ, സമ്പാദിച്ച സ്വത്തുക്കൾ, ഇതെല്ലാം ഇനി വിജിലൻസിൻ്റെ അന്വേഷണത്തിലാണ്. കാരണം ഇനി അതൊരു 6-7 വർഷം എത്തും ഒരു പരിഹാരത്തിലേക്ക് വരാൻ, അല്ലെങ്കിൽ അതിനൊരു ഒരു തീരുമാനമേകാൻ. അത് വലിയ കഷ്ടം തന്നെയാണ്. 56 വയസ്സുള്ള സമയത്ത് റിട്ടയർ ചെയ്യുകയാണ്. ഇനി 2 മാസമേ ഉള്ളൂ. ഈ 1 വർഷമെങ്കിലും കൈക്കൂലി വാങ്ങാതിരിക്കുന്നതായിരുന്നു ബുദ്ധി. കാരണം ഇതുവരെ പിടി വീണില്ലല്ലോ, ഇപ്പോഴാണ് പിടി വീണിരിക്കുന്നത്. എന്തായാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ശ്രദ്ധിക്കണം. കൈക്കൂലി വാങ്ങുന്നവർ പ്രത്യേകിച്ചും അവരെ ഫാഗ് എൻഡിൽ ഏറ്റവും റിട്ടയർ ചെയ്യുന്ന ആ വർഷത്തിലെങ്കിലും മദ്യപിച്ച് കൂട്ടുകൂടി പോയി മദ്യപിക്കാനോ ഏതെങ്കിലും ലോഡ്ജിൽ പോകാനോ ഒന്നും തയ്യാറാകരുത്. കൈക്കൂലി വാങ്ങാനും തയ്യാറാകരുത്. റിട്ടയർ ചെയ്യുന്ന ആ വർഷത്തെങ്കിലും കൃത്യമായ ജോലി ചെയ്യുക, സത്യസന്ധമായ ജോലി ചെയ്യാനെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ ശ്രമിക്കണം. കാരണം ഇപ്പോഴത്തെ ഫാഗ് എൻ്റെ ഈ അവസാന നിമിഷത്തിൽ 2 മാസമേ ഉള്ളൂ റിട്ടയർ ചെയ്യാൻ. അന്നേരം വിജിലൻസിൻ്റെ പിടി വീണാൽ പിന്നെ റിമാൻഡായി, കേസായി, ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ 2-3 വർഷം പിടിക്കും. അതിനുശേഷം കേസ് നടന്നു കഴിയുമ്പോൾ ഒരു 3-4 വർഷം പിടിക്കും. അതിനുശേഷം വിജിലൻസിലെ ഇൻവേരിയബിളി പണിഷ്മെൻ്റ് ഉണ്ടാവും. 3 വർഷം മുതൽ 7 വർഷം വരെ പണിഷ്മെൻ്റ് ഉണ്ടാവും. 3 വർഷം കഴിഞ്ഞാൽ പെൻഷൻ ആനുകൂല്യമൊന്നും പിന്നെ ലഭിക്കാനുള്ള സാധ്യതയും, കൺവിഷനായെങ്കിൽ പിന്നെ അതും ലഭിക്കില്ല. അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എത്രയോ പേരെ പിടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുന്നില്ല. ഏറ്റവും കൂടുതൽ അഴിമതികൾ നടക്കുന്ന മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ലൈസൻസ് പുതുക്കാനും വാഹനത്തിൻ്റെ ടെസ്റ്റിനും എല്ലാം അങ്ങനെ 100,000 കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കാനുണ്ട്. അതിനെല്ലാം കൈക്കൂലി വാങ്ങും. കൈക്കൂലി വാങ്ങുന്നതെല്ലാം വളരെ വിദഗ്ധമായ രീതിയിലായിരിക്കും. നേരിട്ട് ആരും വാങ്ങാറില്ലല്ലോ. പല പല മാർഗങ്ങളും ഉണ്ട് അതിന്. എന്തായാലും അദ്ദേഹത്തിന് 36-37 വർഷത്തെ സർവീസ് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം 19 വയസ്സിലപ്പം ജോലിക്ക് കയറിയിട്ടുണ്ടാവും. ഇപ്പോൾ 56 വയസ്സിലല്ലേ റിട്ടയർമെൻറ്റ്. ഏതായാലും KG ബിജു കുടുങ്ങിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. എത്ര നല്ല മനുഷ്യനായാലും ശരി, ആൾക്കാർക്ക് സർവ്വസമ്മതനായാലും ശരി, പ്രത്യേകിച്ച് ഈ മോട്ടോർ വെഹിക്കിൾ സ്കൂൾ നടത്തുന്ന ആ ഡ്രൈവിംഗ് സ്കൂളൊക്കെ പഠിപ്പിക്കുന്നവർക്കൊക്കെ ഇത് ബിജുവിനെ വളരെ ഇഷ്ടമാണ്, താല്പര്യമാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ പണം കൊടുക്കേണ്ടി വരും എന്ന് എല്ലാവർക്കും അറിയാം. പണം കൊടുത്താൽ എന്താ കാര്യം നടക്കുമല്ലോ. എന്തായാലും 2500 രൂപയെ വാങ്ങിച്ചുള്ളൂ. ഒരു ജന്മം 35-36 വർഷം ജോലി ചെയ്ത ആ ഇമേജ് മുഴുവൻ നഷ്ടമായി. അത് തന്നെയല്ല, ഇനി പെൻഷൻ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. കൺവിഷൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ടെർമിനേറ്റ് ചെയ്യും. സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. ഇത്ര നാളത്തെ സേവനത്തിന് ഒരു പ്രതിഫലമില്ല. ശമ്പളം കൈ കിട്ടിയത് മാത്രം മിച്ചം. സ്വത്തൊക്കെ എവിടെയെങ്കിലും കൂടുതൽ സമ്പാദിച്ചിട്ടുണ്ട്, അതും സർക്കാർ പിടിച്ചെടുക്കും.
ഏതായാലും അടുത്ത ഒരു 6-7 വർഷം എങ്ങനെ പോയാലും ശരി 8-10 വർഷത്തിന് കഷ്ടപ്പാട് തന്നെ. കാരണം അതിനകത്ത് പെൻഷൻ ആനുകൂല്യമല്ല കിട്ടുന്നത്, ഇനി സബ്സിസ്റ്റൻസ് അലവൻസ് മാത്രമേ കിട്ടുകയുള്ളൂ റിട്ടയർമെൻറ്റ് വരെ 2 മാസത്തേന്. അതിനുശേഷം അദ്ദേഹത്തിന് പെൻഷനും ഒരു ആനുകൂല്യങ്ങളും ഒന്നും ലഭിക്കില്ല. കേസിൻ്റെ തീർപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും വലിയ വീഴ്ച തന്നെയാണ്. അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ ധാരാളം പേര് വന്നു, നല്ല കാര്യം, അദ്ദേഹത്തിനെ സ്വീകരിച്ചു പോകട്ടെ. കാരണം അവർക്കെല്ലാവർക്കും അദ്ദേഹത്തിനെ ഇഷ്ടമാണ്, അതാണത് കാണിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു കേസിനകത്ത്, പ്രത്യേകിച്ച് കൈക്കൂലി കേസ് ഉൾപ്പെട്ട ഒരാളെ വെളിയിൽ എത്ര സ്വീകരണം കിട്ടിയാലും ശരി, കോടതിയിൽ വരുമ്പം പിടിമുറുകും. കോടതിയിൽ വരുമ്പോൾ ശിക്ഷ ലഭിക്കാൻ 99% കൈക്കൂലി കേസിനകത്ത് ശിക്ഷയാണ് ലഭിക്കുന്നത്. അതൊക്കാര്യം അദ്ദേഹം മറന്നു പോകരുത്. ഇപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇനി റിട്ടയർമെൻറ്റിന് ശേഷം ഒറ്റയ്ക്കുള്ള യാത്രയാണ്, അല്ലെങ്കിൽ കുടുംബവുമായിട്ടുള്ള യാത്രയാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊന്നും ഇനി വിൽക്കാൻ കഴിയില്ല, അതൊക്കെ കോടതിയുടെ അനുവാദം വേണ്ടി വരും. ആ അന്വേഷണത്തിൽ ഇതുവരെ സമ്പാദിച്ച വീടല്ലാതെ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സീൽ ചെയ്യും, അതൊക്കെ പിടിച്ചെടുക്കും. അത് കൈക്കൂലിയിൽ നിന്നുണ്ടാക്കിയതാണെന്നുള്ള ആരോപണം വരും. കുറ്റച്ചാതല് അതൊക്കെ ചിലപ്പം അത് പ്രകടിപ്പിച്ചെന്നും വരാം. എന്തായാലും കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം പല തന്ത്രത്തിലൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പല മാർക്കത്തിൽ കൂടെ വാങ്ങുന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്യുന്ന അവസരത്തിൽ അവസാനം 1 വർഷത്തെ എങ്കിലും അവർ കൈക്കൂലി വാങ്ങാതെ നല്ല മനുഷ്യനായിട്ട് റിട്ടയർ ചെയ്ത് പോകുന്നതാണ് ഉത്തമം.